ബ്രേക്ക് സമയത്ത് പുറത്തിറങ്ങിയ അവൻ ഫോൺ എടുത്തു നോക്കി. അമ്മയുടെ കുറേ മിസ്ഡ് കോൾ. അവൻ്റെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി. അമ്മയ്ക്ക് അരുതാത്തത് എന്തെങ്കിലും? അവൻ അതാണ് ചിന്തിച്ചത്. അവൻ വേഗം അമ്മയുടെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. കോൾ എടുത്തതും അമ്മയുടെ പരിഭ്രാന്തിയോടെയുള്ള ശബ്ദം കേട്ടു. ശ്യാമേ, മോനെ, അനു അനു അടുക്കളയിൽ ബോധം കെട്ട് വീണു മോനെ. ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോൾ അവർ ഇവിടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങളിപ്പോൾ സിറ്റി ഹോസ്പിറ്റലിലുണ്ട്. ICUവിൽ കയറ്റിയിരിക്കുക. നീ വേഗം വാ, അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്ത്? അനുവിനോ? ശ്യാം ഒരു ഞെട്ടലോടെ ചോദിച്ചു. ആ മോനെ, പാത്രം വീഴുന്ന ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കുട്ടി വീണു കിടക്കുന്നതാ കണ്ടത്. എനിക്കാകെ പേടിയാകുന്നു. മോൻ വേഗം ഇങ്ങ് വന്നേ, അമ്മ പറഞ്ഞു. ആ ഞാനിതാ അമ്മേ, വരാം, ഇപ്പം തന്നെ വരാം, പറഞ്ഞുകൊണ്ട് അവൻ ധൃതിയിൽ ഫോൺ വെച്ചു. അവൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടിയിരുന്നു. എന്തു പറ്റി ശ്യാം? ദേവിക അവൻ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവനൊരു വെപ്രാളത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ്റെ വെപ്രാളം കണ്ട് ദേവികയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഇപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ല ശ്യാം. അവരെന്തായാലും ഹോസ്പിറ്റലിൽ എത്തിയില്ലേ? ഇനി പേടിക്കാൻ ഒന്നുമില്ലല്ലോ. ഒരു 2 മണിക്കൂർ കൂടി, അത്രയും സമയം ശ്യാം ഇവിടെ നിന്നേ പറ്റൂ, ദേവിക ഉറപ്പിച്ചു പറഞ്ഞു. മാഡം, അത് എനിക്ക് പോയേ പറ്റൂ. അവൻ പറഞ്ഞു വന്നതേ. എനിക്ക് ഇനിയൊന്നും പറയാനില്ലെന്നും പറഞ്ഞ് ദേവിക അകത്തേക്ക് കയറിപ്പോയിരുന്നു. ശ്യാം എന്തു ചെയ്യണമെന്നറിയാതെ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പോയി. അവളെ ഇനി നേരിൽ കാണാതെ തനിക്കൊരു സമാധാനവും ഉണ്ടാകില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ബ്രേക്ക് കഴിഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ അകത്തേക്ക് കയറുമ്പോൾ അവൻ ഫോൺ സൈലൻറ്റിൽ നിന്നും വൈബ്രേഷനിലേക്ക് മാറ്റിയിരുന്നു. ICUവിന് മുന്നിലെ നീളൻ വരാന്തയിലൂടെ നടന്നു പോകുമ്പോഴാണ് കസേരയിലിരുന്ന് സാരിത്തലപ്പ് കൊണ്ട് വാ പൊത്തിക്കരയുന്ന ആ അമ്മയെ ഡോക്ടർ ഹരീന്ദ്രൻ കണ്ടത്. ആളെ തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ആദി ഉണർന്നു. അയാൾ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, എന്താ ഇവിടെ? ശ്യാമിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടായോ? അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ കടുത്ത ആശങ്ക നിറഞ്ഞു നിന്നു. ഡോക്ടറെ കണ്ടതും വിറയ്ക്കുന്ന കൈകൾ കൂപ്പി ആ അമ്മ എഴുന്നേറ്റു. കണ്ണുനീർ ഒലിച്ചിറങ്ങിയ ആ കണ്ണുകളിൽ ഭയം കട്ട പിടിച്ചിരുന്നു. ശ്യാമിനല്ല ഡോക്ടർ, ഞങ്ങളുടെ അനു രാവിലെ അടുക്കളയിൽ നിന്ന് വെള്ളമെടുക്കുമ്പോൾ പെട്ടെന്നങ്ങ് ബോധം കെട്ടു വീണു. എത്ര വിളിച്ചിട്ടും എൻ്റെ കുട്ടി കണ്ണ് തുറന്നില്ല ഡോക്ടർ. ഇവിടെ കൊണ്ടുവന്നയുടനെ ICUവിലേക്ക് കയറ്റിയതാ. എനിക്ക് വല്ലാത്ത പേടിയാവുന്നു ഡോക്ടർ. എൻ്റെ മോൾക്ക് എന്തായിരിക്കും? അമ്മയുടെ തൊണ്ടയിടറി വാക്കുകൾ മുറിഞ്ഞുപോയി. അതു കേട്ടതും ഡോക്ടർ ഹരീന്ദ്രൻ്റെ നെഞ്ചിലൂടെയൊരു മിന്നൽ പിണർ പാഞ്ഞുപോയി. മറ്റൊരു ഡോക്ടർക്കും അറിയാത്ത, ആരും കാണാത്ത ആ വലിയ സത്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്ന് പിടഞ്ഞു. ശ്യാമിന് സ്വന്തം ജീവൻ്റെ പകുതി മുറിച്ചു നൽകിയിട്ടും മര്യാദയ്ക്ക് വിശ്രമം പോലും എടുക്കാതെ ആ വീടിൻ്റെ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ചുമന്നിട്ടുണ്ടാകും. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തൊരു കുട്ടി. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയുകയുള്ളൂ. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊരു കുട്ടി. അദ്ദേഹത്തിൻ്റെ ഉള്ളൊന്ന് കാളി. അമ്മ ഇവിടെ തന്നെ ഇരിക്കി, പേടിക്കേണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞതും അമ്മ കുറച്ച് ആശ്വാസവും പ്രതീക്ഷയും കിട്ടിയതുപോലെ തലയാട്ടി. അദ്ദേഹം വേഗത്തിൽ ICUവിൻ്റെ വാതിലുകൾ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. മോണിറ്ററുകളുടെ നേർത്ത ബീപ്പ് ശബ്ദങ്ങൾ മാത്രം മുഴങ്ങുന്ന ആ നിശബ്ദതയിൽ വെള്ള വിരിപ്പുകൾക്കിടയിൽ ചോര വറ്റിയ മുഖത്തോടെ അനു അബോധാവസ്ഥയിൽ കിടപ്പുണ്ടായിരുന്നു. ഡ്യൂട്ടി ഡോക്ടർമാരും നഴ്സുമാരും അവളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. ഡോക്ടർ ഹരീന്ദ്രൻ വേഗത്തിൽ അവളുടെ അരികിലെത്തി. മോണിറ്ററിലേക്ക് നോക്കിയപ്പോൾ താഴേക്ക് പതിച്ച BP-യും വല്ലാതെ ഉയർന്ന പൾസ് റേറ്റും. അദ്ദേഹം ലാബ് റിപ്പോർട്ടുകൾ കയ്യിലെടുത്തു. കടുത്ത അണുബാധ രക്തത്തിലേക്ക് പടർന്നിരിക്കുന്നു. ഒറ്റ കിഡ്നി മാത്രമുള്ള ശരീരത്തിലേക്ക് പടർന്നു പിടിച്ച ഈ വിഷബാധയെ ചെറുത്തു തോൽപ്പിക്കാൻ ആ കുഞ്ഞു ശരീരം എത്രമാത്രം പാടുപെട്ടിട്ടുണ്ടാകും. അത്രയും കൊടും വേദന ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് അവൾ ആ അടുക്കളയിൽ നിന്നത് എന്ന് ഓർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് പിടഞ്ഞു. ഒരു നിമിഷം പോലും കളയാതെ അദ്ദേഹം അടിയന്തര മരുന്നുകളുടെയും ഫ്ലൂയിഡുകളുടെയും നിർദ്ദേശങ്ങൾ ഡ്യൂട്ടി ടീമിന് നൽകി. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് മാത്രമാണ് അവളുടെ ജീവൻ അപ്പോഴും കൈവിട്ടു പോകാതിരുന്നത്.
നിലവിലെ സ്ഥിതി താൽക്കാലികമായി നിയന്ത്രണവിധേയമാക്കിയ ശേഷം മനസ്സിൽ കനലായി എരിയുന്ന രോഷവും കണ്ണീരും ഉള്ളിലൊതുക്കി അദ്ദേഹം ഐസിയുവിൻ്റെ വാതിൽ തുറന്ന് വീണ്ടും പുറത്തേക്ക് നടന്നു. കാരണം അച്ഛനും അമ്മയും ഇല്ലാത്ത ആ പെൺകുട്ടിക്ക് മനസ്സിൽ മകളുടെ സ്ഥാനം ആ ഡോക്ടർ എപ്പോഴോ കൊടുത്തുപോയിരുന്നു. ശ്യാം എവിടെ? അവൻ ഇതുവരെ വന്നില്ലേ? ഡോക്ടർ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വിളിച്ചിട്ട് കുറച്ചു നേരമായി ഡോക്ടർ. ഇന്നെന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് രാവിലെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ ഇപ്പോൾ വരാമെന്നും പറഞ്ഞാ ഫോൺ വെച്ചത്. ഇപ്പോൾ എത്താൻ മതി. അമ്മ കണ്ണീരൊപ്പി വിതുമ്പി. വിളിച്ചിട്ട് എത്ര നേരമായി? ഡോക്ടർ വീണ്ടും ചോദിച്ചു. 1 മണിക്കൂറിലേറെയായി ഡോക്ടർ. 1 മണിക്കൂറോ? ഡോക്ടറുടെ കണ്ണുകളിൽ സങ്കടത്തോടൊപ്പം കടുത്ത ദേഷ്യവും പടർന്നു. എൻ്റെ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? പേടിക്കാനൊന്നുമില്ലല്ലോ? അമ്മ ചോദിച്ചു. സമാധാനിക്കാൻ വരട്ടെ. പേടിക്കാൻ നല്ലതുപോലെയുണ്ട്. ഒരു ഡോക്ടറും അങ്ങനെ പറയാൻ പാടില്ല. എങ്കിലും ഡോക്ടർ പറഞ്ഞുപോയി. ഡോക്ടർ പറഞ്ഞത് കേട്ട് അമ്മ ഞെട്ടി. അവരാകെ വല്ലാതെയായി. കിഡ്നി കൊടുത്തത് അറിഞ്ഞില്ലെങ്കിലും ഇത്രയും അസ്വസ്ഥത അവൾ അനുഭവിക്കുന്നത് ഇവരാരും അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലേ? ആ ഒരു ദേഷ്യം ഡോക്ടർക്കുള്ളിൽ നന്നായി ഉണ്ടായിരുന്നു. അവന് ജീവൻ തന്നവൾ ഇവിടെ കിടന്ന് പിടയുമ്പോഴാണോ അവൻ്റെ മീറ്റിംഗ്? പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ഒട്ടും വൈകാതെ ശ്യാമിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. എന്നാൽ ഡോക്ടർ പറഞ്ഞത് കേട്ട് അമ്മ ശരിക്കും ഞെട്ടി. ഡോക്ടർ എന്താ പറഞ്ഞത്? തൻ്റെ മോന് ജീവൻ തന്നവളെന്നോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ ദേഹം വെട്ടിവിറച്ചു. ആഡംബര ഹോട്ടലിലെ AC മുറിയിലിരുന്ന് മീറ്റിങ്ങിൻ്റെ ഫയലുകൾ മറിക്കുമ്പോഴും ശ്യാമിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിലായിരുന്നു. ഇടയ്ക്ക് അവൻ ഫോണിലേക്കും വാച്ചിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. നോക്കിയപ്പോൾ ഡോക്ടർ ഹരീന്ദ്രൻ്റെ പേരാണ് സ്ക്രീനിൽ തെളിഞ്ഞത്. നെഞ്ചിലൊരു മിന്നൽ പാഞ്ഞ പോലെ അവൻ തിടുക്കത്തിൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഡോക്ടർ, പരിഭ്രാന്തിയോടെ അവൻ വിളിച്ചു. ശ്യാം, താൻ ഇപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ എനിക്കറിയേണ്ട. ഒരിറ്റു മനുഷ്യപ്പറ്റ് തൻ്റെ ഭാര്യയോടുണ്ടെങ്കിൽ താൻ ഈ നിമിഷം ഹോസ്പിറ്റലിലേക്ക് വരണം. വന്നേ പറ്റൂ. അനുവിൻ്റെ അവസ്ഥ ഒട്ടും നല്ലതല്ല. ഡോക്ടർ പറഞ്ഞതും അവനാകെ വല്ലാതെയായി. കാര്യം നല്ല ഗൗരവമുള്ളതാണെന്ന് അവന് മനസ്സിലായി. ഡോക്ടർ, അവൾക്കെന്താ? ഞാൻ അവിടേക്ക് ഇറങ്ങാൻ നിന്നതായിരുന്നു. പക്ഷേ ഓഫീസിൽ നിന്നും മീറ്റിംഗ് കഴിയാതെ മാഡം സമ്മതിക്കുന്നില്ല, അവൻ പറഞ്ഞു. ആരാ? നിന്റെ ഡോണറെ ശരിയാക്കി തന്ന മാഡമാണോ? അവൻ്റെ ഉള്ളിലെ പരിഭ്രാന്തി മനസ്സിലായിട്ടും ഡോക്ടർ ഒരു പുച്ഛത്തോടെ ചോദിച്ചു. എന്നാൽ ഡോക്ടർ ചോദിച്ചത് കേട്ട് അവൻ്റെ മുഖം ചുളിഞ്ഞു. എടോ, തനിക്ക് ജീവിക്കാൻ വേണ്ടി സ്വന്തം ശരീരം കീറിമുറിച്ച് ഒരു കിഡ്നി എടുത്തു തന്നത് തൻ്റെ കൂടെ നടക്കുന്ന മാഡമോ മാഡം ഏർപ്പാടാക്കിയ ഏതോ ട്രസ്റ്റുകാരോ അല്ലടോ. അത് തൻ്റെ സ്വന്തം ഭാര്യയാണ്, അനുപമ. സർജറി കഴിഞ്ഞ് 4ാം നാൾ മുതൽ സ്വന്തം വേദന കടിച്ചമർത്തി തനിക്ക് ചോറുണ്ടാക്കി തന്ന ആ പാവം പെണ്ണാണ് ഇപ്പോൾ ഇവിടെ ഒരൊറ്റ കിഡ്നിയും വെച്ച് അണുബാധ വന്ന് ICUവിൽ മരണത്തോട് മല്ലിടുന്നത്. ഒരു നിമിഷത്തേക്ക് ശ്യാമിൻ്റെ കാതുകൾ അടഞ്ഞുപോയി. തനിക്ക് ചുറ്റും വട്ടം കറങ്ങുന്നത് പോലെ അവൻ ചുമരിലേക്ക് ചാരി താഴേക്ക് ഊർന്നുപോയി. ഫോൺ കയ്യിൽ നിന്ന് വഴുതി വീഴാൻ പോയി. അമ്മയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അമ്മയും ഒരു തളർച്ചയോടെ കസേരയിലേക്ക് ഊർന്നിരുന്നു പോയി. അനു, എനിക്ക് അനുവാണോ? തൊണ്ടയിൽ നിന്ന് അവൻ്റെ ശബ്ദം ഒരു കാറ്റ് പോലെയാണ് പുറത്തേക്ക് വന്നത്. ശ്യാമിൻ്റെ ഭാവമാറ്റം കണ്ട് അങ്ങോട്ടേക്ക് വന്ന ദേവിക അവൻ്റെ തോളിൽ തൊട്ടു. എന്തു പറ്റി ശ്യാം? നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണിത്. ഇത് കഴിഞ്ഞു പോയാൽ പോരെ? ശ്യാമിന് പിറകിൽ വന്നു നിന്ന് അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ദേവിക പറഞ്ഞു. ദേവികയുടെ ശബ്ദം കേട്ട് ശ്യാമിൻ്റെ നെറ്റിയിലെ ഞരമ്പുകൾ എടുത്തു പിടിച്ചു. അവൻ തിരിഞ്ഞു നോക്കാതെ തന്നെ അവളുടെ കൈ തട്ടിയെറിഞ്ഞു. ഞാൻ ഇപ്പോൾ തന്നെ വരാം ഡോക്ടർ, പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ വെച്ച് ദേവികയ്ക്ക് നേരെ തിരിഞ്ഞു. ചുവന്ന കണ്ണുകളോടെ അവൻ അവളെ നോക്കി. അവൻ്റെ ദേഷ്യം കണ്ട് ദേവികയും ഞെട്ടിയിട്ടുണ്ട്. എന്തു പറ്റി ശ്യാം? അവളൊരു സംശയത്തോടെ തപ്പിത്തടഞ്ഞുകൊണ്ട് ചോദിച്ചു. എനിക്ക് ഡോണറെ എങ്ങനെയാ കിട്ടിയത്? മാഡം ഇടപെട്ട് ആ ട്രസ്റ്റ് വഴിയല്ലേ? അവൻ കഴിയുന്നത്ര മയത്തിലാണ് ദേവികയോട് അത് ചോദിച്ചത്. എങ്കിലും അവൻ്റെ ദേഷ്യം അവൻ്റെ വാക്കിലും നോക്കിലും നിറഞ്ഞു നിന്നിരുന്നു.
അതെ, അതിനിപ്പോ എന്താ ശ്യാം? അന്ന് ഞാൻ അതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷേ സാരമില്ല, ശ്യാം ഓക്കെ ആയല്ലോ. എനിക്കത് മതി. ദേവിക കുറച്ച് പാവം അഭിനയിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. എന്നാൽ അതു കേട്ട് ശ്യാമിൻ്റെ ഉള്ളംകാലിൽ നിന്നും പെരുത്തു കയറി. ആരാ എനിക്കത് തന്നത് മാഡം? എനിക്ക് അവരെ ഒന്ന് കാണാൻ പറ്റുമോ? ശ്യാം വല്ലാത്തൊരു ഭാവത്തോടെ ദേവികയോട് ചോദിച്ചു. അത് അവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ഞാൻ ഒരിക്കൽ ചോദിച്ചു നോക്കിയതാണ്. ഒരു കള്ളത്തിന് മേൽ മറ്റൊരു കള്ളം എന്ന പോലെ ദേവിക വീണ്ടും പറഞ്ഞു. ശ്യാം ദേവികയെ തന്നെ സൂക്ഷിച്ചു നോക്കി. എന്തു പറ്റി ശ്യാം? ദേവിക വീണ്ടും അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും ശ്യാം ഒരടി പിറകിലേക്ക് നിന്നു. ദേവിക ഒരു ഞെട്ടലോടെ അവനെ തന്നെ ഒന്ന് നോക്കി. ശ്യാം ആഞ്ഞൊന്ന് ശ്വാസം എടുത്തുകൊണ്ട് ദേവികയെ നോക്കി. പിന്നെ പറഞ്ഞു, മാഡം അപ്പോൾ അവരെ കണ്ടിട്ടുണ്ട് അല്ലേ? അവൻ ചോദിച്ചതും ദേവിക അറിയാതെ തന്നെ തലയാട്ടിപ്പോയി. എന്നാ കേട്ടോ, എനിക്ക് കിഡ്നി തന്ന ആളെ ഞാൻ അറിഞ്ഞു, കണ്ടു. മാഡം ചെയ്തു തന്ന സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സമാധാനത്തിൽ ജീവിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. പക്ഷേ അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ 2 തെറ്റുകളിൽ ഒരു തെറ്റ്. രണ്ടാമത്തേത് എന്താണെന്ന് അറിയോ? അത് എൻ്റെ പെണ്ണിൻ്റെ ജീവൻ്റെ ഒരു പങ്കാണ് എൻ്റെ ഉള്ളിലിരുന്ന് തുടിക്കുന്നതെന്ന് ഞാൻ അറിയാതെ പോയി. ശ്യാം പറഞ്ഞതും ദേവിക ഒരു ഞെട്ടലോടെ അവനെ നോക്കി. എന്താ ഞെട്ടിയോ? ഞാനും ഞെട്ടി. ജീവനോടെ നിന്ന നിൽപ്പിൽ മരിച്ചു പോകുന്നത് പോലെ. അനു ആണ് എനിക്ക് കിഡ്നി തന്നതെന്ന് മാഡത്തിന് അറിയില്ലെങ്കിലും ആ തന്ന ആളെ മാഡത്തിന് അറിയാമെന്നും അത് മാഡം ട്രസ്റ്റ് വഴി ശരിയാക്കിയത് ആണെന്നും എന്നോട് എന്തിനാണ് കള്ളം പറഞ്ഞത്? അത് എന്തിനാണെങ്കിലും ഇനി എനിക്കത് അറിയേണ്ട. അതൊന്നും സംസാരിച്ചു നിൽക്കാനുള്ള നേരമല്ല ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയാൽ നഷ്ടപ്പെടുന്ന ജോലിയാണ് ഇതെങ്കിൽ എനിക്ക് ഈ പ്രൊജക്റ്റും വേണ്ട, ജോലിയും വേണ്ട. എനിക്ക് എൻ്റെ അനുവിനെ മാത്രം മതി. ഞാൻ പോവാണ്. പറഞ്ഞുകൊണ്ട് പിന്നീടൊരു ചോദ്യത്തിനും പറച്ചിലിനും കാത്തു നിൽക്കാതെ അവൻ ബാഗുമെടുത്ത് കാർ പാർക്കിങ്ങിലേക്ക് ഓടി. ഒരുവിധം എങ്ങനെയൊക്കെയോ ആണ് അവൻ കാർ ഓടിച്ചത്. വഴി നീളെ അവൻ്റെ കാഴ്ച കണ്ണീരിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. അന്ന് സ്ഥലത്തിൻ്റെ ആവശ്യത്തിനാണെന്നും പറഞ്ഞു പോയവളെ അവൻ ഓർമ്മ വന്നു. തനിക്ക് കിഡ്നി തരേണ്ടതുകൊണ്ട് മാത്രമാണ് അവൾ ആ സമയം ഇവിടെ നിന്നും മാറി നിന്നത്. അല്ലെങ്കിൽ അവൾ ഒരിക്കലും തന്നെ വിട്ടു പോവില്ലായിരുന്നു. അന്നത് താൻ എന്തുകൊണ്ട് ഓർത്തില്ല? അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അതോടൊപ്പം തളർച്ചയോടെ തൻ്റെ മുൻപിൽ നിന്നിരുന്നവളെ അവൻ ഓർമ്മ വന്നു. മേഡത്തെ കണ്ടു പഠിക്കുന്നു പറഞ്ഞപ്പോൾ വരുത്തി തീർത്ത ചിരിയോടെ നിന്നവൾ. പോരാത്തതിന് അവളുടെ മുൻപിൽ വെച്ച് തന്നെ മേഡത്തിനോട് നന്ദിയും പറഞ്ഞു. എന്നിട്ടും അങ്ങനെയല്ലെന്ന് തിരുത്തി പറഞ്ഞില്ല അവൾ. ഇന്നത് ആലോചിക്കുമ്പോൾ അവന് ഉള്ളു പിടയുന്നുണ്ടായിരുന്നു. തന്നെപ്പോലെ തന്നെ വിശ്രമവും പരിചരണവും ഭക്ഷണവും മരുന്നുമെല്ലാം അവൾക്കും ആവശ്യമായിരുന്നു. ആ അവളാണ് വീട്ടിലെ എല്ലാ ജോലികളും എടുത്തുകൊണ്ട് തന്നെ പരിചരിച്ചത്. തുന്നൽക്കെട്ടുകളിൽ നിന്ന് വരുന്ന വേദന അവൻ ഓർമ്മ വന്നതും അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. എന്തിനാടി നീ ഇങ്ങനെ ചെയ്തത്? എന്നിട്ട് ആരോടും ഒന്നും പറയാതെ ഉള്ളിലൊതുക്കി. നിന്റെ വേദനകളും ക്ഷീണവും മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഞാൻ പാപിയാണ്, മഹാപാപി. എന്നോട് പുറത്തേക്കണേടി. പറഞ്ഞുകൊണ്ടവൻ കണ്ണുകൾ അമർത്തി തുടച്ചു. ആശുപത്രി വരാന്തയിലൂടെ ഓടിയെത്തിയ ശ്യാം ഐസിയുവിന് മുന്നിലിരുന്ന അമ്മയുടെ അരികിലേക്ക് തളർന്നു വീണു. അമ്മേ! അവൻ നെഞ്ചു പൊട്ടി കരഞ്ഞു. ശ്യാമേ, എന്താടാ ഇത്? അമ്മ ഭയത്തോടെ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. നമ്മുടെ അനു അമ്മേ, എന്നെ രക്ഷിച്ചത് വേറെ ആരുമല്ല, അത് നമ്മുടെ അനുവാണ്. സ്വന്തം ശരീരം തന്നെ പകുത്തു തന്നിട്ടും ഞാനത് അറിഞ്ഞില്ലല്ലോ അമ്മേ. അവളൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ മുഖമുയർത്തി അമ്മയെ നോക്കി ചോദിച്ചു. അമ്മയുടെ കൈകളും വിറച്ചു. അവർക്ക് ശബ്ദം പുറത്തു വന്നില്ല. നേരത്തെ ഡോക്ടർ ശ്യാമിനോട് പറഞ്ഞത് കേട്ടപ്പോൾ മുതൽ ആകെയൊരു തരിപ്പാണ്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളോ നേരാത്ത നേർച്ചകളോ ഇല്ല. അവൾക്ക് മടിയാണെന്ന് പറഞ്ഞതും ശ്യാമിനാണ് വിശ്രമം വേണ്ടതെന്ന് പറഞ്ഞ് അവളുടെ വല്ലായ്മകളെ കുറച്ചു കണ്ട് അവൾക്ക് വിശ്രമം കൊടുക്കാതെ അടുക്കളപ്പണി ചെയ്യിച്ചതുമെല്ലാം ഒരു തീക്കനലായി അവരുടെ നെഞ്ചിൽ ആളിപ്പടർന്നു. ആ അമ്മയും അവൻ്റെ കൂടെ പൊട്ടിക്കരഞ്ഞുപോയി. എൻ്റെ ഈശ്വര, എൻ്റെ മോള് എത്ര വേദന സഹിച്ചു കാണും. ഇത്രയൊക്കെ സഹിച്ചുകൊണ്ടാണോ അവൾ ഞങ്ങൾക്ക് മുന്നിൽ ചിരിച്ചു നിന്നത്?
ഞാൻ എന്തൊക്കെയാ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞത്? എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാകരുതേ. അവർ പദം പറഞ്ഞു കരഞ്ഞു. ശ്യാമും ആകെ വല്ലാതെ ആയിരുന്നു. അല്പം കഴിഞ്ഞ് ഐസിയുവിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ ഹരീന്ദ്രൻ പുറത്തേക്ക് വന്നു. ശ്യാം വേഗം എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ഡോക്ടർ അവനെ ഒന്ന് നോക്കി. അവനാകെ കരഞ്ഞു തളർന്നിട്ടുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലല്ലോ അവരവളെ വേണ്ട വിധം ശ്രദ്ധിക്കാഞ്ഞത്. എങ്കിലും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ കൂടെയുള്ള ആളുടെ വല്ലായ്മ പറയാതെ തന്നെ മനസ്സിലാക്കണ്ടേ? അതിൽ മാത്രം ഡോക്ടർക്ക് ആ അമ്മയോടും മകനോടും ഇപ്പോഴും നീരസമുണ്ട്. എങ്കിലും ആകെ തകർന്നു നിൽക്കുന്നവരോട് ഇനിയും മുഖം കറുപ്പിച്ച് സംസാരിക്കാൻ അയാൾക്ക് തോന്നിയില്ല. പേടിക്കേണ്ട ശ്യാം, ഇൻഫെക്ഷൻ കുറയാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. ആള് കണ്ണു തുറന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റും. പക്ഷേ ആള് ഇപ്പോഴും ഓക്കെ അല്ല. നല്ല വിശ്രമം ആവശ്യമാണ്. കൂട്ടത്തിൽ നല്ല സ്നേഹവും. ഒരിക്കലും മറക്കാനും വില കുറച്ച് കാണാനും പറ്റുന്നൊരു കാര്യമല്ല അവള് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അത് നിങ്ങൾ അമ്മയും മകനും എന്നും ഓർക്കണം. പറഞ്ഞുകൊണ്ട് ഡോക്ടർ മുൻപോട്ട് നടന്നു. ശ്യാമും അമ്മയും പതുക്കെ ഐസിയുവിനകത്തേക്ക് കയറി. മെഷീനുകളുടെ ചെറിയ ശബ്ദങ്ങൾക്കിടയിൽ മുഖത്ത് ചോര വറ്റി തളർന്നു കിടക്കുകയായിരുന്നു അനു. ശ്യാമിൻ്റെയും അമ്മയുടെയും നെഞ്ചിടിപ്പ് ഒരുപോലെ കൂടിയിരുന്നു ആ സമയം. അനു, അവൾക്കരികിൽ ചെന്നിരുന്ന് വിങ്ങുന്ന ഹൃദയത്തോടെ അവൻ വിളിച്ചു. ശ്യാമിൻ്റെ ശബ്ദം കേട്ട് അവൾ പതുക്കെ കണ്ണു തുറന്നു. മുന്നിൽ കണ്ണീരോടെ നിൽക്കുന്ന ശ്യാമിനെയും അമ്മയെയും കണ്ടപ്പോൾ അവൾ ക്ഷീണത്തോടെ അവരെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ശ്യാമിൻ്റെയും അമ്മയുടെയും ഹൃദയം പിടഞ്ഞുപോയി. ശ്യാം അവൾക്ക് അരികിലിരുന്ന് ആ തണുത്ത കൈകൾ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്തിനാ അനു എന്നോട് ഇത് ചെയ്തത്? എൻ്റെ ജീവനേക്കാൾ വലുതായിരുന്നു നീ എനിക്ക്. എന്നിട്ടും സ്വന്തം ശരീരം മുറിച്ചു തന്ന് എന്നോട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കാൻ നിനക്കെങ്ങനെ തോന്നി? നീ എനിക്ക് കിഡ്നി തന്നു. അപ്പോൾ എനിക്ക് വേദനിച്ചതുപോലെ നിനക്കും വേദനിച്ചിട്ടുണ്ടാകില്ലേ? ഞാൻ റെസ്റ്റ് എടുത്തതുപോലെ നിനക്കും റെസ്റ്റ് ആവശ്യമായിരുന്നില്ലേ? ആരോടും ഒന്നും പറയാതെ എല്ലാം ചെയ്തു വെച്ചിട്ട്, എല്ലാം ഒറ്റയ്ക്ക് സഹിച്ച് സ്വന്തം ആരോഗ്യം നോക്കാതെ ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നില്ലേ? ഒന്നും അറിയാതെ എത്ര വേദനിപ്പിച്ചു ഞാൻ നിന്നെ. അവൻ പറഞ്ഞുകൊണ്ട് അവൻ പിടിച്ചെടുത്ത അവളുടെ കയ്യിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ കണ്ണീര് അവളുടെ കയ്യിൽ ഇറ്റുവീണ് ചിതറി. എന്നോട് ഒരു വാക്ക് പറഞ്ഞൂടായിരുന്നോടി? എല്ലാം കഴിഞ്ഞിട്ടെങ്കിലും. എങ്കിലിപ്പോൾ ഇങ്ങനെ വയ്യാതെയാകുമായിരുന്നോ? അവൻ വീണ്ടും ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശ്യാമേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ കിഡ്നി തന്നാൽ എൻ്റെ മുൻപിൽ എൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്ന്? അപ്പോൾ ഞാനാണ് തന്നതെന്ന് അറിഞ്ഞാൽ എന്നെ വിട്ടു പോയാലോ എന്ന് കരുതി. ഏട്ടൻ്റെ സന്തോഷവും സമാധാനവുമൊക്കെ പോയാലോ കരുതി. അതിലുപരി ഏട്ടൻ വേദനിച്ചാലോ എന്നു കരുതി. എനിക്ക് ഏട്ടൻ്റെ കൂടെ ജീവിച്ചാൽ മാത്രം മതിയായിരുന്നു. ഏട്ടൻ വേദനയില്ലാതെ ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതിയായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ പറഞ്ഞതും അവൻ ഒന്നുകൂടി അവളുടെ ഉള്ളം കൈയിൽ മുത്തി. മോളെ, അമ്മയോട് മോൾക്കൊന്ന് പറഞ്ഞൂടായിരുന്നോ? ഒന്നും അറിയാതെ അമ്മ മോളോട് എന്തൊക്കെ പറഞ്ഞു. ഇത്ര വേദന സഹിച്ചിട്ടും അമ്മ അറിഞ്ഞില്ല. അല്ലെങ്കിൽ അമ്മ ശ്രദ്ധിച്ചില്ല. അതുമല്ലെങ്കിൽ അറിഞ്ഞിട്ടും അമ്മ കാര്യമാക്കിയില്ല. അമ്മയോട് മോള് ക്ഷമിക്കണം. ഒന്നും അറിയാതെ ഞാൻ മോളെ ഒരുപാട് വേദനിപ്പിച്ചു. സാരില്ല, ഒരു കുറവും വരുത്താതെ ഇനി അമ്മ നോക്കിക്കോളാം എൻ്റെ മോളെ. മോളോട് ഇതിനൊക്കെ എങ്ങനെയാ നന്ദി പറയാന്ന് അറിയില്ല. അമ്മ അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞതും ആ വല്ലായ്മയിലും അവൾ അമ്മയെ നോക്കിയൊന്ന് ചിരിച്ചു. സാരില്ല അമ്മേ, ഞാൻ പറയാത്തതുകൊണ്ടല്ലേ, അല്ലാതെ നിങ്ങളുടെ ആരുടെയും ഒരു കുഴപ്പവും കൊണ്ടല്ല. ഇനി അതാലോചിച്ച് വെറുതെ സങ്കടപ്പെടരുത്. അവൾ മറ്റേ കൈകൊണ്ട് അമ്മയുടെ കയ്യിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ പുറത്തുണ്ടാവും. പറഞ്ഞുകൊണ്ട് അമ്മ അവളുടെ നെറുകയിലൊന്ന് മുത്തി. പിന്നെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പതിയെ പുറത്തേക്ക് നടന്നു. എന്തേ ഇങ്ങനെ നോക്കുന്നേ? തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന ശ്യാമിനെ കണ്ട് അവൾ ചോദിച്ചു. ഒത്തിരി വേദനിച്ചോടി? ചോദിച്ചുകൊണ്ട് അവനും അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അവൾ നിറഞ്ഞ കണ്ണുകളോടെ ഇല്ലെന്ന് തലയാട്ടി. മീറ്റിംഗ് കഴിഞ്ഞിരുന്നോ? അവൾ പതിയെ ചോദിച്ചതും അവനൊന്ന് അവളെ നോക്കി. എന്തേ? അവൻ നോക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു.
അമ്മ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ നിന്നതാ. മേഡം സമ്മതിച്ചില്ല. പിന്നെ ഹരീന്ദ്രൻ ഡോക്ടർ വിളിച്ച് കാര്യം പറഞ്ഞു. എന്നെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ മേഡം പഠിച്ച പണി 18 നോക്കി. എനിക്ക് കിഡ്നി തന്ന ആളെ പരിചയമുണ്ടോയെന്ന് ഞാൻ ചോദിച്ചു. അവനത് പറഞ്ഞതും അവളുടെ പുരികം ചുളിഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞു. കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ലെന്ന്. എനിക്കങ്ങ് ചൊറിഞ്ഞു വന്നു. എനിക്ക് കിഡ്നി തന്നത് വേറെ ആരുമല്ല, എൻ്റെ ഭാര്യ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ആള് ഞെട്ടിപ്പോയി. എന്തായാലും ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട്. ഇനി സഹായിച്ചെന്നും പറഞ്ഞ് വരില്ല. അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. ജോലി പോവോ? അവളൊരു തമാശയോടെ ചോദിച്ചു. പോവോന്ന് ചോദിച്ചാൽ പോവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇനി പോയാലും ഇല്ലേലും അത് വേണോന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. അവനൊരു വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ ഉള്ളം കൈയിൽ ഒന്നുകൂടി ചുണ്ടമർത്തി. അവൾ മറുകൈ കൊണ്ട് അവൻ്റെ മുടികൾക്കിടയിൽ വിരലമർത്തി ആ മുടിയൊന്ന് കുടഞ്ഞു. രണ്ടുപേരുടെയും ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു ആ സമയം.